ഡിജി ലൈഫ് ഓൺലൈൻ സർവീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓൺലൈൻ സർവീസുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാമാണ് നമ്മുടെ ചാനലിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. അതിലേക്ക് എന്തെങ്കിലുമൊക്കെ സർവീസുകളുടെ സേവനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ആധാർ കാർഡ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. നമ്മുടെ 10 വർഷമായിട്ടുള്ള എല്ലാ ആധാർ കാർഡുകളും അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കൊരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും ഒരു പ്രൂഫ് ഓഫ് അഡ്രസ്സും, ഈ 2 ഡോക്യുമെൻറ്റ്സാണ് അത്യാവശ്യമായിട്ട് വരുന്നത്. നമ്മുടെ ആധാർ കാർഡിലെ അഡ്രസ്സ് ഏതാണ്, ആ അഡ്രസ്സിനുള്ള ഒരു പ്രൂഫ്, അതേപോലെ ആധാർ കാർഡിലെ പേര്, അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പ്രൂഫ്. അങ്ങനെ 2 പ്രൂഫുകളുണ്ടെങ്കിൽ നമ്മുടെ ഇത്തരത്തിൽ 10 വർഷമായിട്ട് ഉള്ള എല്ലാ ആധാർ കാർഡുകളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റിങ്ങിനുള്ള സമയം ജൂൺ വരെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഗൂഗിളിൽ myaadhar.uidai.government.in എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം വരുന്ന പേജിൽ മൈ ആധാർ എന്ന് അവിടെ ക്ലിക്ക് ചെയ്യണം. ഒരു ഡാഷ്ബോർഡ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് കിടക്കും. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ ആധാർ നമ്പറും ക്യാപ്ചയുമാണ് ടൈപ്പ് ചെയ്ത് നൽകേണ്ടത്. രണ്ടും ടൈപ്പ് ചെയ്ത ശേഷം വീണ്ടും ലോഗിൻ വിത്ത് OTP എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP താഴെ ടൈപ്പ് ചെയ്ത് നൽകുക. OTP നൽകിയ ശേഷം വീണ്ടും ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാറിൻ്റെ സൈറ്റിലേക്ക് പ്രവേശിച്ചു. ഇനി ഇവിടെ ഡോക്യുമെൻ്റ് അപ്ഡേറ്റ്സാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കാണാം. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയ ശേഷം വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പറയുന്നത് നമ്മുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, അതേപോലെ പ്രൂഫ് ഓഫ് അഡ്രസ്സ്, അതിനെക്കുറിച്ചാണ്. അത് ഏതെല്ലാം എന്നൊക്കെ നമുക്ക് വരുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും. ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് കാണാം. അതെല്ലാം ഒന്ന് നോക്കിയ ശേഷം ആ വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അതേപോലെ അഡ്രസ്സ് ഇത് രണ്ടും അറ്റാച്ച് ചെയ്ത് നൽകണം. JPEG, JPG, PDF ഇപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഫോർമാറ്റിൽ വേണം ഇത് അറ്റാച്ച് ചെയ്ത് നൽകാൻ. 1 MB ഫയലുള്ള ഫയലായിരിക്കണം. അപ്പോൾ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് ഞാൻ ഇവിടെ എൻ്റെ SLC ബുക്കാണ് അറ്റാച്ച് ചെയ്ത് നൽകുന്നത്. അടുത്തത് അഡ്രസ് പ്രൂഫാണ്. അത് റേഷൻ കാർഡ് അറ്റാച്ച് ചെയ്ത് നൽകുന്നു. കുറേയധികം ഐഡൻറ്റിറ്റിയും അതേപോലെ അഡ്രസ്സും കാണാം. അതിൽ നിങ്ങളുടെ കൈവശം ഏതാണോ ഉള്ളത് അത് ആ ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ഓക്കെ അടിക്കുക. പ്രൂഫ് ഓഫ് അഡ്രസ്സാണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്ത് നൽകിയത്. താഴെ ഒരു ഡിക്ലറേഷൻ കാണാം. ആ ഡിക്ലറേഷൻ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ അത് കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്. അതൊന്ന് വായിച്ച് നോക്കിയ ശേഷം വീണ്ടും ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ. ഇനി നമ്മുടെ ഒരു സബ്മിഷൻ കൂടിയാണ് വരുന്നത്. സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ പ്രോസസ്സ് കഴിഞ്ഞു. ഡോക്യുമെൻ്റ് അപ്ഡേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. 10 വർഷമായിട്ടുള്ള ആധാർ കാർഡുകൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ വീഡിയോ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അതേപോലെ അഡ്രസ്സ്, ഈ 2 പ്രൂഫുകളും PDF ഫോർമാറ്റിൽ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഇതിന് യാതൊരുവിധ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഇല്ല. ജൂൺ 14 വരെയാണ് അതിനുള്ള സമയം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് അത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും